ഹായ് ഗൈസ്, ഈ വീഡിയോ കാണുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കണ്ടാവും ഇവിടെ സാധാരണ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടൊന്നുമല്ല ഈ കാണുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യെസ് ഗൈസ്, ഞാൻ ചെറുതായിട്ടൊന്ന് നാട് മാറി. നാട്ടിലേക്ക് വരേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. ഹസ്ബൻഡ് അവിടെ തന്നെ കണ്ണൂർ തന്നെയാണുള്ളത്. ഞാൻ രാവിലെ തിരിച്ചു പോകണം എന്ന് കരുതിയിട്ട് വന്നതാണ്. ഞാൻ വരുന്ന ടൈമിലേ ഒരുത്ത ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പോണോ അല്ലെങ്കിൽ പോയാൽ നീ രാവിലെ തന്നെ വരുമോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഒരു 2-3 ദിവസം വീട്ടിൽ നിന്നിട്ടേ വരുമെന്ന്. ആലോചിക്കട്ടെ, ഞാൻ വീട്ടിൽ പോയതിനു ശേഷം പറയാം എന്താണ് എനിക്ക് നിൽക്കണോ ഒക്കെ ഞാൻ അന്നേരം പറയാം, അന്നേരം അപ്ഡേറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഡിമാൻഡൊക്കെ കാണിച്ചിങ്ങനെ നിന്നതാണ്. അങ്ങനെ ഞാനൊരു ഇന്നലെ ഒരു ഈവനിങ് ആണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. അപ്പോൾ ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ബസ്സിലാണ് വന്നത്, അതുകൊണ്ട് അത്യാവശ്യം ടൈം എടുക്കുമല്ലോ, അറിയാലോ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എനിക്കെന്തോ ഒരു മിസ്സിങ് പോലെ. അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ച്, അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിളിച്ച് കുറച്ച് സംസാരിച്ച് ഇടയ്ക്കൊന്ന് വീഡിയോ കോളൊക്കെ ചെയ്ത് അങ്ങനെ പോയി രാത്രി. പക്ഷേ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഇത്രയും വർഷമായിട്ട് കിടന്നുറങ്ങുന്ന എൻ്റെ റൂമാണിത്. ഇത്രയും കാലമായിട്ട് ഞാൻ സുഖസുന്ദരമായിട്ട് അതായത് കല്യാണമായിട്ട് ഇപ്പോൾ 1 മാസമായിട്ടില്ലേ ഉള്ളൂ, അതുവരെ ഞാൻ സുഖസുന്ദരമായിട്ട് ബോധം കെട്ടുറങ്ങുന്ന ഒരു റൂമാണിത്. പക്ഷേ ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്കെന്തോ എന്താന്ന് മനസ്സിലായിട്ടില്ല, ഒട്ടും ഉറക്കം വരുന്നില്ല. അതിൻ്റെ ഇടയിലാണെങ്കിൽ ആ കുരിപ്പിനെ മിസ് ചെയ്യുകയും ചെയ്തിട്ട് അതിൻ്റെ ഇടങ്ങാറും എല്ലാം കൂടിയായിട്ട് എനിക്ക് ഒട്ടും ഉറക്കം വന്നിട്ടില്ല. ഇപ്പോൾ സമയം 4:25 രാവിലെ. ഞാൻ അതുവരെ എങ്ങനെയോ ടൈം കഴിച്ചത്. ഇപ്പോൾ അമ്മയും അച്ഛനൊക്കെ എണീച്ചുകൊണ്ട് ഞാൻ മെല്ലെ എണീച്ച് പോയത്. അച്ഛൻ്റെ ചോദിക്കുന്നേ ഇത്ര രാവിലെയൊക്കെ എണീക്കും? ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരായിട്ടാണ്. അങ്ങനെ എണീറ്റ് കുത്തിരിക്കാൻ ഞാൻ വന്ന സ്ഥിതിക്ക് 2-3 ദിവസം ഇവിടെ നിന്നിട്ട് പോകാമെന്ന് കരുതിയതാണ്. പക്ഷെ ഞാൻ രാവിലെ കാത്തു നിന്നു. അതുകൊണ്ട് രാവിലെ തന്നെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാവിലെ തന്നെ പോകാനാവുണ്ടാവില്ല, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകേണ്ടതുകൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകണം. അപ്പം എന്നുണ്ട് രാത്രി കിടക്കുമ്പോൾ മെസ്സേജ് അയച്ചിട്ട് രാവിലെ തന്നെ വരണേ, രാവിലെ എത്തണേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് അറിയിക്കാം. കുറച്ച് ഡിമാൻഡൊക്കെ ഇട്ട് അവിടെ നിന്ന് ഒരു പ്രാവശ്യം ഞാൻ എണീറ്റ് പോയി. അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ റൂമിൽ വന്നിരുന്ന് വീഡിയോ ഒക്കെ എടുത്തത്. ഇനി ഒന്നുകൂടി നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഇപ്പോൾ സമയം എത്ര? ഇപ്പോൾ ഒരു 4:25 ഞാൻ വീഡിയോ എടുത്തു. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. കറക്റ്റ് 4:35 10 മിനിറ്റായി. അടുക്കളയിലേക്ക് വന്നാൽ എൻ്റെ അമ്മ ചോദിക്കുക ഇത്ര പൊളിച്ചൊക്കെ എണീക്കലുണ്ടോ? പിന്നെ എന്ത് ചോദിക്കാനല്ലേ. പുലർച്ചയ്ക്ക് തന്നെ എണീച്ച് മുറ്റത്തേക്ക് വന്നതാണ്. ഞാനുണ്ടല്ലോ കല്യാണത്തിൻ്റെ ആ ടൈമിൽ, അതായത് കല്യാണത്തിൻ്റെ ഒരാഴ്ചയൊക്കെ ലൈറ്റ് എന്തിനും ഓഫാക്കിയേ? ഓക്കെ, ലൈറ്റ് ഇട്ടു. മതി, വേണ്ട മതി. ഞാൻ വീഡിയോ എടുക്കുന്ന അച്ഛൻ കണ്ടിട്ടില്ല, അച്ഛൻ ലൈറ്റ് ഓഫാക്കി. എന്നെ കാണുന്നില്ലല്ലോ, ഞാൻ ഇരുട്ടത്തുള്ളത്. ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നേക്കാണ് ഞാനിതുപോലെ ഇത്ര മോർണിംഗൊക്കെ കാണുന്നത്, ഇത്രയും രാവിലെയൊക്കെ കാണുന്നത്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായില്ലേ. അതിനുശേഷം ഞാനിപ്പോഴാണ് ഈ 4 മണി 4:30 കാണുന്നത്. അല്ല താഴെ എന്തായിരുന്നു എന്തെന്നാ അമ്മീൻ്റെ കാപ്പിയും കിട്ടുന്നു. കാപ്പി തരൂ. പാലെടുത്തത് കട്ടൻ പോരേനു, കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി. ഫോണ് കയ്യിൽ വേണോ? ഓക്കെ. പിന്നെ പ്രത്യേകിച്ച് എന്താ ഉള്ളത്?
ഇനി എനിക്ക് എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കണം. എല്ലാ ഡ്രസ്സും ഒന്നും എടുക്കുന്നില്ല, കുറച്ച് ഡ്രസ്സ് എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. ബാക്കി മേക്കപ്പ് സാധനമൊക്കെ ഞാൻ അന്ന് തന്നെ കൊണ്ടുപോയി, കല്യാണത്തിൻ്റെ അന്ന് തന്നെ. നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാം. കം ഓൺ ഗൈസ്. ക്യാമറ ഇവിടെ വെക്കും. ഇന്നലെ രാത്രി ഉറക്കമൊന്നും വരായിട്ട് കുറച്ച് കിടന്നു നോക്കി ഒന്നും ആവുന്നില്ല. അപ്പം ഞാൻ കുറച്ച് ഫോണ് ചാർജിലിട്ടു. പിന്നെ ഞാൻ എന്ത് പണി വെച്ചിട്ടുണ്ടെങ്കിൽ അലമാരൊക്കെ ഒന്ന് എടുത്തിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ച്, എനിക്ക് വേണ്ട സാധനങ്ങൾ മാത്രം മുകളിൽ എടുത്ത് വെച്ച്. അതാകുമ്പോൾ എനിക്ക് രാവിലെ അത് അപ്പം തന്നെ പാക്ക് ചെയ്ത് ബാഗിലെടുത്ത് വെക്കാമല്ലോ. അപ്പം ഞാൻ കരുതി ഇനി രാവിലെ ആക്കാൻ നിൽക്കണ്ട, ഇപ്പം എന്തായാലും എണീറ്റല്ലോ നേരത്തെ, അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ ബാഗ് എപ്പോൾ കൊണ്ടുപോകുന്നത്, ഇതിലെന്താ ഇതിന് മാത്രം നോക്കാം, ഇതിലങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഇതിൽ ഞാൻ എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ, അങ്ങനത്തെ അൽക്കുലത്തെ സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. കാണുന്നില്ലല്ലോ, ഒരു മിനിറ്റ് തുറക്കട്ടെ. അപ്പോഴത്തേക്ക് കയ്യിൻ്റെ മുകളിൽ ഒരു കൊതുക് വന്ന് കടിച്ച്. ഇത്ര സ്ഥലം ഉണ്ടായിട്ട് ഞാൻ ഫോൺ പിടിച്ച കൈ തന്നെ. ഇതെന്താ തുറന്നു വരാത്ത. ഇതിൽ നമ്മൾ కొంచెం മേക്കപ്പ് സാധനങ്ങൾ അത്രയ്ക്കുള്ളൂ. പിന്നെ എൻ്റെ ചാർജറും പിന്നെ ബ്രഷ് ഞാൻ ഇവിടെ എല്ലാ കാര്യവും എനിക്ക് ഓർമ്മയില്ല. കല്യാണത്തിൻ്റെ സമയത്ത് എവിടെയെങ്കിലും ആയിപ്പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു ഞാൻ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത്. പക്ഷേ എൻ്റെ ബ്രഷൊക്കെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, കല്യാണത്തിന് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാനങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ സൺസ്ക്രീൻ മിസ്സായിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയൊരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു, അതാ ഞാൻ എൻ്റെ ബാഗിലെടുത്തിട്ടത്. ഇതെന്നോട് എടുത്തിടാൻ മറന്നുപോയി. പിന്നെ കുറച്ച് ഹെയർ ക്ലിപ്സ് ഉണ്ട്, അതും കൊണ്ടുപോകാമെന്ന് കരുതി. ഇവിടെ അമ്മ യൂസ് ചെയ്യില്ല, അതിൽ കുറച്ചുണ്ട്, വേറെ ഉണ്ട്, അമ്മയ്ക്ക് വേണമെങ്കിൽ എടുത്തോട്ടെ. പിന്നെ ഇതുണ്ടല്ലോ യൂപിൻസ്, ഇതെനിക്ക് ഞാൻ ഹെയർ ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കൂലേ, ആ ഒരു ഹെയർ സ്റ്റൈലിന് യൂപിൻ മസ്റ്റാണ്. പിന്നെ എൻ്റെ കുറച്ച് ബിന്ദീസ്. പിന്നെ ഇത് NYBയുടെ ഒരു ലിപ്സ്റ്റിക്ക്. ഇതിട്ട് ഞാൻ ഏതോ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇതിട്ട് 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒന്ന് പിങ്കും ഒന്ന് റെഡും. ഇത് റെഡാണ്. അപ്പോൾ ഇത് ഞാൻ റിട്ടേൺ അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരിത് പിക്ക് ചെയ്തിട്ടില്ല. എനിക്ക് റീഫണ്ട് കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു കോസ്മെറ്റിക്സ് ആയതുകൊണ്ടായിരിക്കും ഈ പ്രൊഡക്റ്റ് അവർ കൊണ്ടുപോകാൻ. അപ്പോൾ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ട്, യൂസൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് റിട്ടേൺ അടിച്ചത്. കാരണം ഇതധികം ലാസ്റ്റ് ചെയ്യുന്നില്ല. ഇതാണ് ലിപ്സ്റ്റിക് NYBയുടെ. കളറൊക്കെ നല്ലതാണ്, നല്ല റെഡ് ചില്ലി പോലത്തെ, പക്ഷേ ലോങ് ലാസ്റ്റ് ചെയ്യാത്ത പ്രശ്നം. അതുകൊണ്ട് അതും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് കരുതി. പിന്നെ ഇത് എൻ്റെ ഹെയർ കളറിൻ്റെ ബ്രഷാണ്. അന്ന് ഞാൻ കല്യാണത്തിൻ്റെ തലേന്നെങ്ങാനാണ് ഹെയർ കളർ ചെയ്തത്. പക്ഷേ എന്നോട് ഹെയർ കളർ ചെയ്തതിന് ശേഷം കണ്ടീഷണർ അടിക്കാൻ മറന്നു പോയതല്ല, എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ ഇനി ബാക്കി അതിൽ ഒരുപാട് കളറുണ്ട്, അത് കളർ ചെയ്യണം. എനിക്ക് കണ്ടീഷണർ അടിക്കാത്തതുകൊണ്ട് കളർ പിടിക്കുകയും ചെയ്തില്ല, കളറിന് അതിൽ കാണിച്ച ഒരു എക്സാക്റ്റ് കളറും കിട്ടിയില്ല. അപ്പം ഇനി ഹെയർ കട്ട് ചെയ്തിട്ട് വേണം അതടിക്കാൻ. ഈ കാണുന്നതൊക്കെ എൻ്റെ മെമ്മറി ബോക്സസ് ആണ്. അതിൽ കുറേ സാധനങ്ങളുണ്ട്, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൽ കുറച്ച് സാധനങ്ങളെ ഞാൻ കൊണ്ടുവന്നുണ്ട്. ഇത്രയും ബോക്സ് എനിക്ക് കൊണ്ടുപോകാനാവില്ല, എൻ്റെ ബാഗിൽ ഇത് കൊള്ളൂല. ഞാനൊരു എക്സ്ട്രാ കവർ എടുക്കേണ്ടി വരും. അതിലിപ്പോൾ എൻ്റെ ഡ്രസ്സ് കൊണ്ടുപോകേണ്ടി വരും. അത്യാവശ്യം ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിൽ കൊള്ളിക്കാനാവുമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതേതെങ്കിലും ഒരു ബോക്സേ കൊണ്ടുപോകാനാവും, അതിൽ വേണ്ട സാധനങ്ങൾ മാത്രം എടുത്ത് വെക്കും. ഓക്കെ, എനിക്ക് കുറേ നേരം ഫോൺ ഇങ്ങനെ വെച്ചിട്ട് കൈ വേദനയാണ്, അതുകൊണ്ട് ഞാൻ ഫോൺ ഇവിടെ ഇങ്ങനെ വെച്ചതാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് കൊണ്ടുവരാം, അതാകുമ്പോൾ ഇവിടുന്ന് നോക്കാം. അമ്മ മിക്സി ഇട്ടത് കൊണ്ട് സൗണ്ട് എത്രമാത്രം കേൾക്കുമെന്ന് അറിയില്ല.
ഒരുപാട് പ്രാവശ്യം നടക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഒരുമിച്ച് ഇങ്ങെടുത്ത ഒരു ബോക്സും കൂടി ഉണ്ട്, അതും കൂടി എടുത്തിട്ട് വരാം. അയ്യോ ഓക്കെ. അപ്പം ഇത്രയും സാധനങ്ങളാണ് താഴത്തെ ആ ഒരു റോയിലുള്ളത്. അത് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്, ഈ ഫോണടക്കം. ഇതിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ പ്രീ വെഡിങ് ഫംഗ്ഷന് ഞാൻ വെച്ചിട്ടുള്ള തിയാറയാണ്. ഇതിങ്ങനെയൊന്നല്ല കേട്ടോ, ഇതിനൊരു റെഡ് ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഫ്ലവറൊക്കെ, അതൊക്കെ ഞാൻ പറിച്ച് ചാടിക്കളഞ്ഞു. ഞാൻ ഓർഡർ ചെയ്ത് എക്സാക്റ്റ് പ്രൊഡക്റ്റ് അല്ല എനിക്ക് വന്നത്, ഏതോ പ്രൊഡക്റ്റാണ് വന്നത്. ഞാൻ പിന്നെ എനിക്ക് റിട്ടേൺ ചെയ്യാനാവാത്തതുകൊണ്ട് അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ കിട്ടാത്തത് കൊണ്ട് ഇത് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ആക്കിയതാണ്. ഇതെനിക്ക് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകണം, എന്തെങ്കിലും ഷൂട്ടിനും കാര്യത്തിനൊക്കെ എടുക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഞാൻ ഏതോ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ബോക്സൊക്കെ എന്തോ പറ്റിപ്പോയി, ചതിങ്ങിപ്പോയി. ഇത് 100 കളേഴ്സ് വരുന്നൊരു ഇതാണ്, ത്രെഡാണ്. അതിൽ 50 പേഴ്സ് ആയിട്ട് ചാച്ചു വാങ്ങി തന്നത് എനിക്ക് കുറച്ച് മുന്നേ. പിന്നെ ഇതിലെൻ്റെ കുറച്ച് ഇയറിങ്സും പിന്നെ കുറച്ച് ചെയിൻസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇതും അങ്ങനെ തന്നെ കുറച്ച് ഓക്സിഡൈസ് ആയിട്ടുള്ള ജുവൽസ്, ഇയറിങ്സും നെക്ക് പീസും ഒക്കെ, ഇതും അങ്ങനെ തന്നെ. ഇതിലൊക്കെ ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ട് കുറച്ച് കമ്മലൊക്കെ കൊണ്ടുപോകാനായിരുന്നു. പിന്നെ ഈ ഒരു ചീർപ്പ്, ഇത് ഞാൻ കരുതി മിസ്സായിരുന്നു. ഇത് ഞാൻ കല്യാണത്തിൻ്റെ ടൈമിൽ വാങ്ങി. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടല്ലോ, പക്ഷേ പിന്നെ ഇത് കാണാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ച് മിസ്സായി. അതുകൊണ്ട് ഇതും എനിക്ക് തിരിച്ചു കൊണ്ടുപോകണം. പിന്നെ ഇതിലും അതേപോലെ തന്നെ കുറച്ച് അത്ഭുത സാധനങ്ങളൊക്കെ ഉള്ളത്. ഏത് ഇയറിങ്സും കുറച്ച് ഞാൻ വേണ്ടാണ്ട്, എനിക്ക് അത്ര വേണ്ടാത്തതായിട്ടുള്ള കുറച്ച് എന്താ പറയുക ടിക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഇങ്ങനത്തെ കുറച്ച് ടിക്സൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ ആണുള്ളത്. പിന്നെ എൻ്റെ ഫോൺ കേസ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ കേസായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു യെല്ലോ കളർ, കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോ കളർ വരുമല്ലോ, അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ തക്കാലത്തേക്ക് ഒഴിവാക്കി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ കുറച്ച് ജുവൽസ്, ക്ലിപ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളത്, ഹെയർ ക്ലിപ്സ്. പിന്നെ ഇതിൽ കുറച്ച് ബാംഗിൾസും പിന്നെ നെക്ക് പീസ്, പിന്നെ നെക്ക് പീസും ബാംഗിൾസും ഒക്കെ ആയിട്ട്. ഞാൻ ബാംഗിൾസൊന്നും അധികം യൂസ് ചെയ്യാറില്ല. കല്യാണത്തിന് വാങ്ങിയ ബാംഗിൾസ് മൊത്തം അവിടെയുള്ളത്, ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളത്. അതൊക്കെ അന്ന് ഞാൻ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ബാഗിൽ ഒക്കെ പാക്കാക്കി കൊണ്ടുപോയതാണ്. അത്യാവശ്യം വേണ്ട ഒരു സാധനങ്ങളും എടുക്കാണ്ടാണ് ഞാൻ പോയത്. ഐ മീൻ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യമൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, അത് പിന്നെ വന്നപ്പോൾ എടുത്തത്. പിന്നെ ഇതിൽ കുറച്ച് സീക്രട്ടായിട്ടുള്ള സാധനങ്ങളാണ് ഇതിലും. അതേപോലെ തന്നെ ഈ ഒരു ബോക്സിലും ഇത് ഞാൻ എന്തായാലും എടുക്കും. ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും ആഡ് ചെയ്തെടുക്കും. ഇതെന്താ ഇതിലുള്ളത് എന്നൊക്കെ, ഇതിൻ്റെ മെയിനായിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസാണ് ഇതിലുള്ളത്. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ റിവീൽ ചെയ്യാം. അതിൻ്റെ കുറച്ചുകൂടിയും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കൂടുതലായിട്ട് പറയാം. പിന്നെ ഇതിലും ഇതുപോലെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് സാധനങ്ങളാണ്. ഇയർബഡ്, പിന്നെ ലിപ്സ്റ്റിക്കും ലിപ് ബാമും അങ്ങനത്തെ ഒക്കെ. ഇതൊന്നും യൂസ് ചെയ്ത് തീർന്നിട്ടില്ല, പക്ഷെ ഇതൊക്കെ എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ എടുത്തു വെച്ചത്. ഇതൊക്കെ പിന്നെ യൂസ് ചെയ്ത് തീർത്ത സാധനം, ഈ ലിപ്സ്റ്റിക്ക്. പിന്നെന്താ ടൂത്ത്പിക്ക്, ഇത് കൊണ്ടേക്കാം, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുമ്പോൾ കുത്തിയെടുക്കാം, നല്ലതല്ലേ. പിന്നെ വേറെ എന്താ, പിന്നെ ഇതിലും കുറച്ച് ഇയറിങ്സ് ഒക്കെ ഉണ്ട്. എല്ലാം ഇങ്ങനെ മിക്സ് ആക്കിയിട്ടതാണ്, ഇയറിങ്സും ചെയിൻസും എല്ലാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം ഓരോ ഇതായിട്ട് എടുത്ത് വെക്കുന്നതാണ്. പക്ഷെ തിരക്കിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ട് ഇതൊക്കെ മിക്സായിപ്പോയി. ഇതൊക്കെ കറക്റ്റ് എടുത്ത് വെക്കണം. അപ്പം ഇത്രയും സാധനങ്ങളായി. ഇനി ഇതിനെ ഷോർട്ടാക്കി ഒരു കുഞ്ഞു പെട്ടിയിലാക്കി ഞാൻ അങ്ങോട്ടേക്ക് പാർസൽ ചെയ്യും. യെസ്,
അങ്ങനെ തന്നെ പാർസൽ ചെയ്യും എങ്ങനെ എൻ്റെ ബാഗിൽ പറ്റി. ഓക്കെ, ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി എന്ത് വീഡിയോ കാണിക്കാം? ഇനി അമ്മയുണ്ട് കുക്ക് ചെയ്യുന്ന അടുക്കളയിൽ, അത് കാണിക്കണം. വേറെ കാണിച്ചേക്കാം. എൻ്റെ കാപ്പി എവിടെ പോയി? കാപ്പി ഞാൻ ഫുള്ള് കുടിച്ച് കഴിഞ്ഞു. നോക്കട്ടെ കുറച്ച് ബാക്കി വെച്ച്. അലമാര കാലിയായി ഗൈസ്, കാലിയായി. ചാർജർ എടുക്കാൻ മറന്നു വന്നുകൊണ്ട് ചാർജർ ഞാൻ ഫോൺ ചാർജ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കറിക്കുള്ള പച്ചക്കറി നല്ല രസം നിങ്ങൾ കാണാൻ. അമ്മ പറയാം അമ്മേനെ വീഡിയോ ഒന്നും എടുക്കല്ലേ, അതുകൊണ്ട് എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും ഗൈസ്. എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ആര് വീഡിയോ എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു സാധനം കാണിച്ചു തരാം. ഇത് അമ്മേൻ്റെ റേഡിയോ. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വന്ന ടൈമിലുണ്ടല്ലോ ഈ സംഭവം കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കൊള്ളാൽ അടിപൊളി റേഡിയോ എന്നൊക്കെ വിചാരിച്ച് എന്നോട് പറയാൻ മറന്നുപോയി. അവസാനം അമ്മേനോട് പുതിയ റേഡിയോ ഒക്കെ വാങ്ങിയിരുന്നു. അമ്മയ്ക്ക് റേഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ, ഒരു എസ്തെറ്റിക് അല്ലെങ്കിൽ എന്താ പറയുക, അല്ലേ? നല്ല ഭംഗിയില്ല, എനിക്കിഷ്ടമായി. ഒരു ബ്ലൂ കളർ. ഞാനുണ്ടല്ലോ എനിക്ക് എന്ത് കിട്ടിയാലും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ പൊളിച്ച് ഇതൊക്കെ പൊളിച്ച് ഒറിജിനലി റേഡിയോ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയതാണ് നേരത്തെ. ഞാൻ പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആ സാധനത്തിനൊരു ഭംഗി പോയി. സംഭവം ഇത് ഓപ്പൺ ചെയ്യാം. ഇതൊരു ഹുക്സ് പോലുള്ളൊരു സാധനമാണ്, എന്തെന്നാ പറയുക, ഇതൊരു ബട്ടൺസ് പോലുള്ളൊരു സാധനമാണ്. പക്ഷെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ ആ ഒരു സാധനം പോയി. എന്തായാലും ഒന്നുകൂടി ഓപ്പൺ ചെയ്താലോ? വെയിറ്റ്, അമ്മ കണ്ടാ ചീത്ത പറയും. അമ്മ പോട്ടെ, എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ സിമ്പിളാണ്, വെരി സിമ്പിൾ. ഇതുങ്ങോട്ട് അയക്കുക, എന്നിട്ട് ഈ ആൻറ്റിനല്ലേ, ആൻറ്റിനൊക്കെ അങ്ങോട്ട് വെക്കട്ടെ. ഇതെന്താ ചെയ്യുക? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക, പരിപ്പ് എടുത്ത് കളയണം നമ്മൾ, മനസ്സിലായോ? എനിക്ക് ഈ കളറ് ഇഷ്ടമായി, പക്ഷേ ഈ കളർ ഇതിൽ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഗൈസ്, ഈ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അതിൽ കാണുന്ന കളറല്ല ഇത് നല്ലൊരു ബ്ലൂ കളർ. ഓക്കെ, ഇതിലിങ്ങനെ അടിപൊളി ഒരു കുട്ടപ്പൻ ഈ സാധനം ഇട്ടിട്ടുണ്ടല്ലോ. ഇതിനൊരു വിൻറ്റേജ് വൈബ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, വിൻറ്റേജ് വൈബ്, നോട്ട് ആസ്തെറ്റിക്, വിൻറ്റേജ്. അപ്പോൾ നമുക്ക് ഇത് എവിടെ പോയി? ഓക്കെ, ഇത് ഇട്ടേക്കാണ് പ്രയാസം. ഞാൻ കാണിച്ചു തന്നില്ലേ ഇപ്പം എങ്ങനെ അയക്കുന്നതെന്ന്? ഒന്ന് പറ, എങ്ങനെയാണ് ഇട്ടത് നമ്മൾ അയച്ചത്? വേണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചു. ഇതിൻ്റെ പരിപ്പിളക്കിയാൽ ഈ അമ്മേനെ വെറുതെ വിടൂല. അമ്മ ഈ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ റേഡിയോ എന്ന് പറയുന്നത്. കുറേ കാലമായിട്ട് ഇല്ലേനിപ്പം വാങ്ങിയതാണ് പുതിയത്. എനിക്ക് ഇതിൻ്റെ പാട്ടും ഇങ്ങനത്തെ സാധനമൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് പണ്ടേ ഞാൻ ഇത് ഓണാക്കുമ്പോൾ ഓഫാക്കുമെന്ന് അറിയാം. എനിക്കിതിലെ പാട്ടൊന്നും പിടിക്കില്ല. ഇനി ഞാൻ ഇത് ഓണാക്കി കാണിച്ചു തരാം. നല്ല രസമുണ്ട്, ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. മറ്റേ ഇത് വരുമ്പോൾ സിഗ്നൽ കിട്ടുമ്പോൾ ലൈറ്റൊക്കെ കത്തുന്നു, കൊള്ളാം. അയ്യോ, ഹാൻഡിന് അകത്തായിപ്പോയി. ഇനിയിപ്പോൾ ഇതിന് പുറത്തെടുക്കാൻ രണ്ടാമത് തുറക്കണ്ടേ? പുറത്തെടുത്തിരിക്കുന്നു നമ്മൾ. ഇത് ഞാൻ പരിപ്പ് ഇളക്കും. നിങ്ങൾക്ക് ഭാഗ്യമല്ല ഗൈസ്, കാരണം ഉണ്ടല്ലോ ഇത് നട്ട പൊലച്ചല്ലേ, ഇപ്പോൾ സിഗ്നലൊന്നും കിട്ടൂല എന്നാണ് ഞാൻ കരുതുന്നത്.
ഇന്ന് ഇന്ന് ഞാൻ പറയുന്നത് അതാണ്. അല്ലാണ്ട് സിഗ്നൽ കിട്ടുമ്പോൾ ഇവിടെ വേസ് ആവുന്നതാ. ഇവിടെ ഒരു പച്ച ലൈറ്റ് ഒക്കെ കത്തുകയും എനിക്ക് ഭാഗ്യമല്ലതൊന്നും കാണാൻ. നിങ്ങളെ വീട്ടിലുണ്ടോ ഗൈസ് ഇതുപോലെ റേഡിയം ഉണ്ടോ? റേഡിയം ലവേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ റേഡിയം ലവറൊന്നുമില്ലേ, പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ട്. വിൻറ്റേജ് വൈബ് ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഒരു റീൽസ് എടുക്കണം. ഏതാ പാട്ട് ഇടുക നമ്മൾ? ഏതെങ്കിലും പാട്ട്. എന്നിട്ടിങ്ങനെ ഇതൊക്കെ പിടിച്ചിട്ടിങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഉത്തിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പാടിയിട്ട്. ഓക്കെ, ആ സാധനത്തിന് പറ്റൂ. ഏതെങ്കിലും ഷൂട്ടിന് നമുക്കിത് എടുക്കാം. ഡൺ. ഓക്കെ. അയ്യോ, മെയിൻ പരിപാടി കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാനതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പോയല്ലേനോ, പിന്നെ ഞാൻ എന്തിനും ഇങ്ങോട്ട് വന്നത്? വൈ പോട്ടെ ഗൈസ്, ഓർഗനൈസ് ചെയ്യാൻ പോട്ടെ ഞാൻ. ഇനി ഇതിൽ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെക്കട്ടെ. ഓക്കെ. പിന്നെ നേരത്തെ ഈ ഫോണിൻ്റെ കാര്യം പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ, ഇത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഗൈസ്. അത് നമുക്കൊരു സ്റ്റോറി ആയിട്ട് പറയാം, ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഇത്രയും സാധനങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. അതായത് മെയിനായിട്ട് എൻ്റെ ഇയറിങ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ വാച്ച് ഉണ്ടല്ലോ, പിന്നെ ഇത് ഈ നടക്കാത്ത പൊട്ട വാച്ചും, പിന്നെ എൻ്റെ ഇത് ഈ ഒരു പൊട്ടി. ഇത് എത്ര വർഷമായി എൻ്റെ കൂടെ കൂടിയിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. ഈ ഒരു പൊട്ട എൻ്റെ കൂടെ കൂടിയിട്ട് എത്ര വർഷമായി? ഒരു 3-4-5 വർഷമായിട്ടുണ്ടാവും. ഇതിന് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഇത്രയൊക്കെ വർഷം ഒരു പൊട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ആർക്കറിയാം. എന്തായാലും ഞാൻ യൂസ് ചെയ്യലുണ്ട്. അവിടെ കിടക്കട്ടെ. അപ്പോൾ അതാ ഇത്രയും ഞാൻ കൊണ്ടുപോയി എൻ്റെ ബാഗിൽ വെക്കട്ടെ. ഇനി ഇതും കൂടി ഇതിൻ്റെ കൂടെ ആഡാക്കിയിട്ടുണ്ട്. രാവിലെ ആവാനായപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരുന്ന ഗൈസ്. അല്ലെങ്കിലും എനിക്ക് ഒട്ടും ഉറക്കം വരാത്ത രാത്രിക്ക് എനിക്കൊരു 6 മണിയാകുമ്പോൾ ഉറക്കം വരും. അങ്ങനത്തെ ഒരു അസുഖമുണ്ട്. അതെനിക്ക് തോന്നിയിട്ടുണ്ട് ഉറക്കം വരും. അതേപോലെ തന്നെ ഉറക്കം വരാൻ തുടങ്ങി. 6:30 ഒന്നും ആയിട്ടില്ല കേട്ടോ, അത്രയും 5 സംതിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കട്ടെ. എനിക്ക് വേണ്ട ഡ്രസ്സ് കുറച്ച് ഞാൻ കൊണ്ടുപോകും, ബാക്കിയൊക്കെ ഇവിടെ തന്നെ വെക്കാമെന്ന് കരുതി. ഇതിൽ കുറച്ച് ഡ്രസ്സേ ഇതിലുള്ളൂ, അതിൽ കുറച്ചെണ്ണം എടുക്കാമെന്ന് കരുതി. മടിയൻ ഇരട്ടി പണി വീട്ടില്ല, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഡ്രസ്സേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ അത് ആ മേക്കപ്പും ഓർണമെൻറ്റ്സിൻ്റെ സാധനങ്ങളും. പക്ഷേ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഞാൻ ഇങ്ങനെ എൻ്റെ ബാഗ് കൊള്ളിക്കും. ഞാൻ ഒരു എക്സ്ട്രാ കവറൊക്കെ എടുത്ത് പോകണ്ടേ. ടാസ്ക് നോക്കട്ടെ. ഇതിന് ചിലപ്പോൾ ഞാൻ ഒന്നുകൂടി സോർട്ട് ചെയ്യും, എന്നിട്ട് എൻ്റെ ബാഗ് കൊള്ളുന്നത് മാത്രം ഞാൻ എടുക്കും. അല്ലെങ്കിൽ ഒരു കവർ എടുക്കണം. നോക്കട്ടെ, ഞാൻ എന്തായാലും ലാസ്റ്റ് പറയാം എന്താവുമെന്ന് നോക്കട്ടെ. ഇതെൻ്റെ ലെഹങ്കയാണ് കല്യാണത്തിൻ്റെ. അതുകൊണ്ട് ഇതിൽ 2 ഡ്രസ്സുണ്ട്, തലേന്ന്. അപ്പോൾ അതിൻ്റെ കവർ ഇതിലുണ്ടോ നോക്കട്ടെ. ഇതുപോലെ തന്നെയുള്ളൊരു സാധനം അതുണ്ടെങ്കിൽ അതിലിട്ട് കൊണ്ടുപോകാം. എന്നാലും ചടങ്ങാണിങ്ങനെ പിടിച്ച് കൊണ്ടുപോകുന്നു. എന്തായാലും നോക്കാം. ഇതെൻ്റെ തലേന്നുള്ള ഡ്രസ്സ്. ഇതെൻ്റെ കല്യാണം തലേന്നുള്ള ഡ്രസ്സ്. ഉറങ്ങാത്തോണ്ട് ക്ഷീണമാവുന്നു. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതൊക്കെ എടുത്ത് വെക്കൽ നിർത്തട്ടെ. ഞാൻ ചായ കുടിക്കട്ടെ, പല്ല് കഴിക്കട്ടെ. ഞാൻ പോയി പല്ല് തേച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ. ഇതുണ്ടല്ലോ ഈ ഒരു സാധനം, ഇതെൻ്റെ ഹെയർ റിമൂവൽ ക്രീമാണ്. ഇതെങ്ങാൻ വല്ല ഷാമ്പു അങ്ങനാന്ന് കരുതി അമ്മയോ റിച്ചു അങ്ങനെ എടുത്ത് തേച്ചിട്ടുണ്ട്. തീർത്ത കാര്യം, മുടി മൊത്തം മൊട്ടയായി പോകും. അതുകൊണ്ട് ഇത് ഇവിടുന്ന് മാറ്റിക്കളയാം. ഇതിൽ കുറച്ചുകൂടി ഉണ്ട്. ഇത് വീട്ടിലേക്ക് എടുത്താൽ കൊണ്ടുപോയേക്കാം അല്ലേ. ഇനി ഐശ്വര്യമായിട്ട് കാലും കൂടി കഴുകിയിട്ട് നമുക്ക് പോവാം. അങ്ങനെ 6 മണിയായിട്ടുണ്ട് കേട്ടോ. നേരമൊക്കെ ഏകദേശം വെളുത്ത്. നേരത്തെ നല്ല ഇരുട്ടല്ലായിരുന്നു, ഇപ്പം വെളുത്ത്. യെസ്, നമുക്ക് പുറത്തിറങ്ങി നോക്കാം. പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ. ആഹാ, വെളിച്ചം വന്നില്ലേ? യെസ്, വെളിച്ചം വന്ന്. പത്തിരിയും ചമ്മന്തി എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മീൻകറിയും മീനും എടുത്തു.
കഴിക്കട്ടെ. പണ്ടേ ഞാൻ എല്ലാ കാര്യത്തിലും തലതിരിഞ്ഞിട്ട് എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. സാധാരണ എല്ലാവരും എണീറ്റ് കഴിഞ്ഞ് പല്ല് തേച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോകുന്നു. എന്താ അങ്ങനെ? എന്താ ഞാൻ കിടന്നുറങ്ങട്ടെ. ഇപ്പം ഉറക്കം വന്നത് ഞാൻ പറയില്ലേ, ഒരു 6 മണി കഴിഞ്ഞ് ഉറക്കം വരുമെന്ന്. എനിക്ക് പണ്ടേ അങ്ങനെ തന്നെയാണ്. രാത്രി ഉറങ്ങിയില്ലേ ഒരു 6 മണി കഴിഞ്ഞ് ഉറക്കം വരും. ഇതൊക്കെ എന്നിട്ട് മടക്കിയൊക്കെ വെക്കാം. എനിക്ക് വയ്യ ഉറക്കം വന്നിട്ട്. ഉറങ്ങി തീരട്ടെ വയ്യേസ്, ഉറങ്ങിയിട്ട് കാണാം. അങ്ങനെ 6 മണിക്ക് കിടന്നുറങ്ങി ഞാൻ എണീറ്റിട്ടുണ്ട്. ഇപ്പം സമയം 11:30 എനിക്ക് വിശക്കുന്നു. ഇനി എന്തെങ്കിലും പോയി കഴിക്കട്ടെ. നേരം വെളുത്തു ഗൈസ്, ഇനി പോവണ്ടേ. മടിയാവും. ഒരു ചായ ഉണ്ടാക്കട്ടെ. ചായ ഉണ്ടാക്കി കഴിഞ്ഞ് അത് കുടിച്ചതിന് ശേഷം നോക്കാം എന്തെങ്കിലും വേണോ കഴിക്കാൻ. അനിയൻ നല്ല ഉറക്കം, എണീറ്റില്ല. ചായ വേണോ വെച്ച് താന്ന് പറഞ്ഞു. സാധാരണ ഞാൻ തന്നെയാണ് ചായ ഇട്ട് കൊടുക്കല്. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ചോദിക്കും, ചായ വേണം, ചായ എടുക്കട്ടെ നോക്കാം. വേണമെന്നേ പറയൂ, എന്നാലും വെറുതെ ചോദിക്കും, ഒരു മനസ്സുഖം. ഞാൻ ഈ ക്യാമറ വെച്ച ജനലിൻ്റെ മോളാട്ടോ. ജനലിൻ്റെ മോളേക്ക് വെറുതെ നോക്കിയപ്പോൾ എൻ്റെ പഴയ ചെയിൻ കിട്ടി ഗൈസ്. ഇത് കല്യാണത്തിൻ്റെ ടൈമിൽ എവിടെയോ മിസ്സായി പോയതാ. ഞാൻ ബാത്റൂമിൽ വെച്ച് മറന്നു പോയതങ്ങനെ. പിന്നെ എവിടെയാ വെച്ചതെന്ന് എനിക്കിട്ട് ഓർമ്മയും കിട്ടിയില്ല. എവിടെയാണ് ഉള്ളതെന്ന് ഞാനത് അവിടെ നിന്ന് എടുത്തിട്ടൊന്നും ഓർമ്മ കിട്ടിയില്ല. അമ്മ എടുത്ത് വെച്ചതായിരിക്കും. ചായ തിളച്ച്. ഇത് പോകുമ്പോൾ എടുക്കാം, അതുകൊണ്ട് ഇവിടെ കിടക്കട്ടെ. ക്യാമറേൻ്റെ അടുത്ത് വന്നോട്ടെ, ഇപ്പം മറന്നു പോകില്ല. കൈ ചെറുതായിട്ട് പൊളി. ഞാൻ ടേബിളിലൊന്ന് കൊണ്ടുവച്ചിട്ട് വരാം. ഞാൻ വന്നു ഗൈസ്. എൻ്റെ തോർത്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട വേണം. എടാ ചായ ആക്കി വെച്ചിട്ടുണ്ട്, വാ വാ എനിക്ക് എടുത്ത് വെച്ച് തണിഞ്ഞു പോകുമ്പോ വാ. മൂരി പോലെ കിടന്നുറങ്ങാൻ ഞാൻ കാണിക്കുന്നില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണലുണ്ട്, വീഡിയോസ് നിറയ്ക്കും. ട്രോളർ തന്നെ അധികം നിറയ്ക്കും. പാവം, അതോടെ ഞാൻ വിട്ടേക്കുക. ഇനി കുറച്ച് മുന്തിരിയൊക്കെ കഴിക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി എനിക്കൊന്ന് അച്ഛൻ്റെ വീട്ടിൽ പോകണം. കുഞ്ഞമ്മേനെ കാണണം, കുഞ്ഞമ്മേനെ അച്ഛമ്മേനെ. ഞാൻ എന്താ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് പോട്ടെ. ഈ ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് നോക്കാം. കുറേ അന്ന് നോക്കിയതാ, പിന്നെ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. മറ്റേതൊക്കെ ബാഗിൻ്റെ ഉള്ളിലായിപ്പോയി. അതിനി എടുക്കൽ ഭയങ്കര ടാസ്ക്കുള്ള പണി. അതുകൊണ്ട് നമുക്കിത് തന്നെ യൂസ് ചെയ്യാം. അങ്ങനെതാ ഞാൻ അച്ഛൻ്റെ വീട്ടിലൊക്കെ പോയി തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോകാം. ശ്രീകുട്ടി എന്നെ ഡ്രോപ്പ് ചെയ്ത് അവിടം വരെ ഡ്രോപ്പ് ചെയ്തു. ഇനി ഷടപടേന്ന് പറഞ്ഞു പുറപ്പെട്ടിട്ട് ഒരൊറ്റ പോക്ക് പോകാം. ഓലെ മട്ടലൊക്കെ ഒഴുകുന്നുണ്ട്.
ജസ്റ്റ് മിസ്സല്ല എൻ്റെ തലയിൽ കൊണ്ടേനെ. ഇനി ലേറ്റ് ആവാൻ ടൈമില്ല, അതുകൊണ്ട് വേഗം പോകാൻ നോക്കട്ടെ. അപ്പം ശരി ഗൈസ്. അങ്ങനെ ഇതാ ഗൈസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാനും ഈ കവറും. അങ്ങനെ ഇതാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. തലശ്ശേരി എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടുന്ന് കണ്ണൂർ ബസ്സിന് കയറണം, എന്നിട്ട് മുഴപ്പിലങ്ങാട് ഇറങ്ങണം. കയ്യിൽ ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുത്തനോട് ഞാൻ പോസ്റ്റ് ആക്കരുത്, വേഗം തന്നെ പിക്ക് ചെയ്യാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്ന മുഴപ്പിലങ്ങാട് എത്താനായി എന്നുള്ളതിന്റെ സൈനാണ് ആ കാണുന്ന ബിൽഡിംഗ്. അങ്ങനെ എന്റെ കെട്ടിയോർ എനിക്ക് കയ്യോടെ കിട്ടിയിട്ടുണ്ട്. 5-6 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വന്നത്. അങ്ങനെ ഈ ഒരു വ്ലോഗ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്.